റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും അതിന്റെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു രാത്രിക്കുള്ളിൽ തലസ്ഥാനമായ കീവ് മുതൽ സപ്പോരിഷ്യ വരെ സ്ഫോടനങ്ങളുടെ പരമ്പര, വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ, കത്തുന്ന കെട്ടിടങ്ങൾ, മരണങ്ങളും നാശനഷ്ടങ്ങളും. ഒരു വശത്ത് യുക്രൈനിലെ സൈനിക ശേഷിക്ക് കനത്ത തിരിച്ചടിയാണെന്ന് റഷ്യ അവകാശപ്പെടുമ്പോൾ, മറുവശത്ത് സാധാരണ ജനങ്ങളാണ് വീണ്ടും ആക്രമണത്തിന്റെ ഇരകളായെന്ന് യുക്രൈൻ ആരോപിക്കുന്നു. ആരുടെ വാദത്തിലാണ് സത്യം? റഷ്യ ആക്രമിച്ചത് ഏതൊക്കെ കേന്ദ്രങ്ങളെയാണ്? ഈ ആക്രമണം യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തെ എങ്ങനെ സ്വാധീനിക്കും? എല്ലാ വിവരങ്ങളും വിശദമായി പരിശോധിക്കാം. റോയിട്ടേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓഗസ്റ്റ് 11 പുലർച്ചെയുണ്ടായ വ്യാപകമായ ആക്രമണങ്ങളിൽ തലസ്ഥാനമായ കീവും തെക്കുകിഴക്കൻ നഗരമായ സപ്പോരിഷ്യയും വീണ്ടും യുദ്ധത്തിന്റെ കേന്ദ്രമായി മാറി. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവന പ്രകാരം യുക്രൈന്റെ സൈനിക ഗതാഗത ലോജിസ്റ്റിക് ശൃംഖലയെയും പ്രതിരോധ വ്യവസായത്തെയും ലക്ഷ്യമിട്ടാണ് രാത്രി മുഴുവൻ കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് അവകാശവാദം. അതേസമയം യുക്രൈനിയൻ അധികൃതർ പറയുന്നത് ഈ ആക്രമണങ്ങൾ പ്രധാനമായും നഗരപ്രദേശങ്ങളെയും സാധാരണ ജനങ്ങളെയും ബാധിച്ചതായാണ്. സപ്പോരിഷ്യയിൽ 6 പേർ കൊല്ലപ്പെടുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. കീവിലും വൻ തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിന്റെ ഈ പുതിയ അധ്യായം ഇരുപക്ഷവും വ്യത്യസ്തമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതോടെ യഥാർത്ഥ സാഹചര്യം കൂടുതൽ സങ്കീർണമാവുകയാണ്. റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് കീവിൽ യുക്രൈനിലെ സൈനിക പ്രവർത്തനങ്ങൾക്ക് നിർണായക പിന്തുണ നൽകിയിരുന്ന 2 പ്രധാന കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. അതിലൊന്ന് രാജ്യത്തെ പ്രമുഖ തപാൽ ലോജിസ്റ്റിക് കമ്പനിയായ നോവാപോസ്റ്റിയുടെ വലിയ സോർട്ടിംഗ് കോംപ്ലക്സ് ആണ്. ഈ കേന്ദ്രത്തിൽ സാധാരണ ചരക്കുകൾ മാത്രമല്ല, ദീർഘദൂരവും ഇടത്തര ദൂരവും സഞ്ചരിക്കുന്ന ഡ്രോണുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ, റോബോട്ടിക് സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഇരട്ട ഉപയോഗ വസ്തുക്കൾ സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിരുന്നുവെന്നാണ് റഷ്യയുടെ ആരോപണം. സൈനിക ആവശ്യങ്ങൾക്കും സാധാരണ ആവശ്യങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഇത്തരം വസ്തുക്കൾ യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ ഈ കേന്ദ്രം ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യമായി തിരഞ്ഞെടുത്തു എന്നാണ് റഷ്യ വിശദീകരിക്കുന്നത്. ഇതിനോടൊപ്പം കീവിലെ മറ്റൊരു വലിയ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് കേന്ദ്രമായ കീവ് 3 ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് സെന്ററിലും ആക്രമണം നടത്തിയതായി റഷ്യ അറിയിച്ചു. ഈ വൻ വെയർഹൌസ് സമുച്ചയത്തിൽ ആക്രമണ ഡ്രോണുകൾ, അവ നിയന്ത്രിക്കുന്ന ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ, അവയുടെ വിവിധ ഘടകങ്ങൾ എന്നിവ സൂക്ഷിച്ചിരിക്കുന്നതായാണ് റഷ്യയുടെ അവകാശവാദം. യുക്രൈന്റെ ഡ്രോൺ അധിഷ്ഠിത യുദ്ധശേഷി തകർക്കുക എന്നതായിരുന്നു ഈ ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയത്. എന്നാൽ ഈ ആരോപണങ്ങളെ കുറിച്ച് യുക്രൈൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കീവിനൊപ്പം തന്നെ തെക്കുകിഴക്കൻ നഗരമായ സപ്പോരിഷ്യയിലും റഷ്യ വലിയ ആക്രമണം നടത്തി. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ മെറ്റിൻവെസ്റ്റ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സപ്പോറിസ്റ്റൽ മെറ്റലർജിക്കൽ പ്ലാന്റ് ലക്ഷ്യമിട്ടതായി പറയുന്നു. ഫ്ലാറ്റ് റോഡ് സ്റ്റീലിന്റെ പ്രമുഖ നിർമ്മാതാക്കളിലൊന്നായ ഈ ഫാക്ടറി പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സംരക്ഷണ ഘടനകൾ, ഫോർട്ടിഫിക്കേഷൻ മൊഡ്യൂളുകൾ, സൈനിക വാഹനങ്ങൾക്കുള്ള കവചങ്ങൾ, ബോഡി ആർമറിനുള്ള സ്റ്റീൽ പ്ലേറ്റുകൾ എന്നിവയുടെ നിർമ്മാണത്തിലും പങ്കാളികളായെന്നാണ് റഷ്യയുടെ ആരോപണം. അതിനാൽ തന്നെ യുക്രൈന്റെ യുദ്ധ സജ്ജീകരണത്തെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വ്യവസായ കേന്ദ്രം ആക്രമിച്ചതെന്നും റഷ്യ അവകാശപ്പെട്ടു. എന്നാൽ സംഭവത്തെക്കുറിച്ചുള്ള യുക്രൈനിയൻ പതിപ്പ് തികച്ചും വ്യത്യസ്തമാണ്. സപ്പോരിഷ്യ ഗവർണർ ഇവാൻ ഫെഡറോവിന്റെ വിവരമനുസരിച്ച് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ റഷ്യ മിസൈലുകളും വ്യോമ ബോംബുകളും ഉപയോഗിച്ച് നഗരത്തെ ലക്ഷ്യമിട്ടു. ആക്രമണത്തിന് പിന്നാലെ നിരവധി കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും തീപിടിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വലിയ തീജ്വാലകളും കനത്ത പുകയും രക്ഷാപ്രവർത്തകരുടെ തിരക്കേറിയ ഇടപെടലുകളും കാണാനായി. ഈ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും കുറഞ്ഞത് 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അദ്ദേഹം അറിയിച്ചു. പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും പ്രാദേശിക അധികൃതർ മുന്നറിയിപ്പ് നൽകി. തലസ്ഥാനമായ കീവിലും സ്ഥിതി അതീവ സംഘർഷഭരിതമായിരുന്നു. രാത്രിയിൽ വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ മുഴങ്ങിയതോടെ നഗരവാസികൾ ബങ്കറുകളിലേക്കും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും മാറി. കീവിലെ സൈനിക ഭരണകൂടത്തിന്റെ അറിയിപ്പ് അനുസരിച്ച് നഗരത്തിലെ മധ്യഭാഗത്തുള്ള ഒരു ജില്ലയിൽ വെയർഹൌസുകൾക്ക് തീപിടിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേന മണിക്കൂറുകളോളം പരിശ്രമിച്ചു. ഒരാൾക്ക് പരിക്കേറ്റതായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. മേയർ വിറ്റാലി ക്ലിച്കോ അടിയന്തര മെഡിക്കൽ സംഘങ്ങളെ സംഭവ സ്ഥലത്തേക്ക് അയച്ചതായി അറിയിച്ചു. അതേസമയം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ രാത്രിയിൽ യുക്രൈനിലെ മറ്റു മേഖലകളിലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ മേഖലകളിൽ നടന്ന ആക്രമണങ്ങളിൽ 6 പേർ കൊല്ലപ്പെടുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രാദേശിക ഭരണകൂടങ്ങൾ അറിയിച്ചു. അതായത് ഒരു രാത്രിക്കുള്ളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ റഷ്യ ഒരേ സമയം വിവിധ മേഖലകളിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന തന്ത്രം തുടരുകയാണെന്നാണ് യുദ്ധ വിശകലനക്കാർ വിലയിരുത്തുന്നത്. മറുവശത്ത് ആക്രമണത്തിന് പിന്നാലെ റഷ്യ സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ വിജയവും എടുത്തു പറഞ്ഞു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ രാത്രി മാത്രം റഷ്യയുടെ 15 വിവിധ പ്രദേശങ്ങളിലായി ആകെ 396 യുക്രൈനിയൻ ഡ്രോണുകൾ തടയുകയോ നശിപ്പിക്കുകയോ ചെയ്തു. യുദ്ധം കൂടുതൽ ഡ്രോണുകളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഈ കണക്കുകൾ വീണ്ടും വ്യക്തമാക്കുന്നു. സമീപകാലത്ത് യുക്രൈൻ റഷ്യൻ ഭൂഭാഗങ്ങൾക്കുള്ളിൽ ആഴത്തിൽ വരെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു.
അതിന് മറുപടിയായിട്ടാണ് റഷ്യ ഇപ്പോൾ കൂടുതൽ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സംഭവങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇരുപക്ഷവും ഒരേ ആക്രമണത്തെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായ വിശദീകരണങ്ങളാണ് നൽകുന്നത് എന്നതാണ്. റഷ്യ പറയുന്നത് സൈനിക ആവശ്യങ്ങൾക്കും പ്രതിരോധ വ്യവസായത്തിനും ഉപയോഗിച്ചിരുന്ന കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടെന്നാണ്. എന്നാൽ യുക്രൈൻ ആരോപിക്കുന്നത് ജനവാസ മേഖലകളാണ് പ്രധാനമായും ആക്രമിക്കപ്പെട്ടതെന്നും സാധാരണ ജനങ്ങളാണ് ഏറ്റവും വലിയ ഇരകളായതെന്നുമാണ്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ സിവിലിയന്മാരെ മനഃപൂർവ്വം ലക്ഷ്യമിടുന്ന ആരോപണം ഇരു രാജ്യങ്ങളും പരസ്പരം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത്തരം ആരോപണങ്ങൾ ഇരുപക്ഷവും നിഷേധിച്ചു വരികയാണ്. സൈനികപരമായി നോക്കുമ്പോൾ ഈ ആക്രമണങ്ങൾ ഒരു സന്ദേശവും നൽകുന്നുണ്ട്. യുക്രൈനിലെ ലോജിസ്റ്റിക് ശൃംഖല, ഡ്രോൺ ഉൽപാദനം, പ്രതിരോധ വ്യവസായം എന്നിവ തകർക്കാൻ റഷ്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അതേസമയം യുക്രൈൻ സ്വന്തം ഡ്രോൺ ശേഷി വർദ്ധിപ്പിച്ച് റഷ്യൻ പ്രദേശങ്ങൾക്കുള്ളിൽ വരെ ആക്രമണം വ്യാപിക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ ഡ്രോണുകളും ദീർഘദൂര മിസൈലുകളും കേന്ദ്രീകരിച്ചുള്ള ഈ യുദ്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. കീവിലെ ലോജിസ്റ്റിക് കേന്ദ്രങ്ങളും സപ്പോരിഷ്യയിലെ വ്യവസായ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടതായി റഷ്യ അവകാശപ്പെടുമ്പോൾ അതിന്റെ പ്രത്യാഘാതം ഏറ്റുവാങ്ങിയത് സാധാരണ ജനങ്ങളാണെന്നാണ് യുക്രൈന്റെ വാദം. മരണങ്ങളും പരിക്കുകളും നാശനഷ്ടങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധഭൂമിയിൽ സൈനിക വിജയത്തിനായുള്ള പോരാട്ടത്തെക്കാൾ വലിയ വെല്ലുവിളിയായി മനുഷ്യജീവിതത്തിന്റെ സുരക്ഷ തന്നെ മാറുകയാണ്. ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്ന സാഹചര്യത്തിൽ സമാധാനത്തിനായുള്ള സാധ്യതകൾ വീണ്ടും അകന്നു പോകുന്നതായാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്.